ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ A71 എന്ന സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ A70s എന്ന സാംസങ് മോഡലുകളുടെ ഒരു അപ്ഗ്രേഡ് വെർഷനാണ് A71 എന്ന് പറയുന്നത്. പക്ക അപ്ഗ്രേഡ് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം പ്രോസസ്സറിലൊക്കെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ A70യുടെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് സാധാ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപയാണ്. അപ്പോൾ ഈ 30,000 രൂപയ്ക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് ബോഡി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം 20,000 രൂപയ്ക്കകത്തുള്ള സ്മാർട്ട് ഫോൺസിൽ വരെ ഇപ്പോഴും ഗ്ലാസ് ബോഡിയാണ് ബാക്കിൽ ലഭിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോർണർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫ്രണ്ടിൽ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ അവർ ചേഞ്ച് ചെയ്തിട്ട് ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ബാക്ക് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നില്ല സാംസങ്ങിൻ്റെ ഈ 30,000 രൂപയുടെ സ്മാർട്ട് ഫോണായിട്ട് പോലും. ഓക്കെ, അത് ഒരു മാറ്റി വെക്കാം. നമുക്ക് 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമൗണ്ട് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയിൽ എപ്പം പറയുന്ന പോലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നത്. എക്സാക്ട് A70ക്കും ഏകദേശം ഇതേ സിമിലർ സ്പെക്സ് ഒക്കെ തന്നെയായിരുന്നു. ഇനി ഇതിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് 4500 mAh ഒരു പവർഫുൾ ബാറ്ററി, അതേപോലെ തന്നെ 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ബാറ്ററി സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പക്കാ സേഫാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കോഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 64 MB ഒരു പ്രൈമറി ക്യാമറ, 12 MB ഒരു അൾട്രാ വൈഡ്, 5 MB മാക്രോ, 5 MB ഡെപ്ത് സെൻസിങ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും സേഫാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റിയൽമി X2 പ്രോയിൽ കണ്ടുപോയിട്ടുള്ള ഒരു സ്റ്റഡി മോഡ്, സാംസങ്ങിൻ്റെ ഒരു സ്റ്റഡി മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 730G ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത്. അപ്പം പ്രൊസസ്സർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ടാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങളൊരു സാംസങ് ഫാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ, അതായത് അമോൾഡ് ഡിസ്പ്ലേ വേണ്ട ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ, സാംസങ് ഡിസ്പ്ലേ പറ്റി നമുക്കറിയാമല്ലോ, ഡിസ്പ്ലേയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. റിയൽമി X2 പ്രോ ഉണ്ട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് പോക്കോ X2 പർച്ചേസ് ചെയ്യാം. പോക്കോ X2ൽ നിങ്ങൾക്ക് 17,000 രൂപയ്ക്ക് 6GB 128GB വേരിയൻറ്റ് കിട്ടും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമോൾഡ് ഡിസ്പ്ലേ ആണെങ്കിൽ അവിടെ അമോൾഡ് ഡിസ്പ്ലേ ഇല്ല. അതേപോലെ സെയിം ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ക്യാമറയുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് റിയൽ ലൈഫ് തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ, അതായത് ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നവർ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസിൻ്റെ സ്മാർട്ട് ഫോൺ മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്തൊരു സ്മാർട്ട് ഫോൺ മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഇപ്പം ഡിസ്പ്ലേയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്മാർട്ട് ഫോൺ മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ തന്നെ പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഡ്മിയിലേക്കോ റിയൽമിയിലേക്കോ ഒക്കെ നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.